ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി ചിക്കൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കുക. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഫെർമെൻ്റ് ആവും. ഒരു 10-15 മിനിറ്റിന് ശേഷം ഫെർമെൻ്റ് ആവും. ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് ഇളം ചൂടുവെള്ളവും കൂടാതെ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ കുഴച്ചെടുത്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണിത്. അപ്പോൾ അത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചില്ലി സോസ് ഒരു 1/4 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് ഒരു 1/4 ടീസ്പൂൺ, വിനീഗർ ഒരു 1/4 ടീസ്പൂൺ, ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ ഇവ കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് പിസയിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് കുരു കളഞ്ഞിട്ടുള്ള ഉണക്കമുളക് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്, 2 സവാള, 3 തക്കാളി, പിന്നെ വെളുത്തുള്ളിയുടെ അല്ലി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് അവിടെ കുക്കർ വെക്കുക. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കത്. അപ്പോൾ നല്ല പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ മാവ് ഒന്ന് കൈ ഉപയോഗിച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് കുറച്ച് മൈദപ്പൊടി ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും, അത് കുഴപ്പമില്ല. കുറേശ്ശെ മൈദപ്പൊടി ഉപയോഗിച്ച് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ മാവ് ഉപയോഗിച്ച് നമ്മൾ 2 പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. ഇതിൽ നിന്നും പകുതി എടുത്ത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് മൈദപ്പൊടി ആക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പതുക്കെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിസ്സ അങ്ങ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പിസ്സ സോസ് തേച്ച് കൊടുക്കാം. മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. 2 പിസ്സ ഉണ്ടാക്കുന്നതിനാൽ മൊസറല്ല ചീസ് പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചീസ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒരു സവാളയുടെ പകുതി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് കാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം റെഡ് കളർ, യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല കളർഫുൾ ആവും.
ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അമൂലിൻ്റെ ചീസ് സ്ലൈസസ് ആണ്. ഇതുപോലത്തെ ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 ഷീറ്റൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കുഞ്ഞിപ്പാടെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞിപ്പാടെ 2ാമത്തെ മോള് ഫിദയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഈ ഗ്ലാസിൻ്റെ അടുപ്പ് പിസയുടെ മാവിൽ തട്ടാതെ നോക്കണം. അപ്പോൾ ഇതുപോലെ 2ാമത്തെ പിസയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പിസ റെഡി ആയിട്ടുണ്ട്. നല്ല ഓറിഗാനോടെയും നല്ല ചീസിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ചീസിൻ്റെ ഈ വെളിച്ചിലൊക്കെ കിട്ടണമെങ്കിൽ ഇത് ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.